കോൺഗ്രസിന്റെ ശക്തനായ യുവജന നേതാവായിരുന്ന പി സരിൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതു പാളയത്തിലേക്ക് എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നത് സരിന്റെ ഭാര്യയും എഴുത്തുകാരിയും ഡോക്ടറുമായ ഡോക്ടർ സൗമ്യ സരിനായിരുന്നു. സൗമ്യ സരിനെ വലിയ തോതിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അന്ന് തന്നെ വലിയ തോതിൽ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ സൗമ്യ സരിൻ നടത്തുന്ന വിദേശ യാത്രകളെ CPM-മായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ. അത്തരത്തിൽ സൗമ്യ സരിന്റെ പ്രൊഫൈലിൽ വന്ന ഒരു കമന്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ കമന്റ് പറഞ്ഞു വെക്കുന്നത് സൗമ്യ സരിൻ CPM-ന്റെ ചെലവിൽ വിദേശ യാത്രകൾ നടത്തുന്നു എന്ന് തന്നെയാണ്. ഇതിന് ഒരു മറുപടിയുമായി ഇപ്പോൾ സൗമ്യ സരിൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് മറ്റാമുഖങ്ങളില്ലാതെ സൗമ്യ സരിൻ ഈ കമന്റിന് നൽകിയ മറുപടി ഒന്ന് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട ബിന്ദു ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായി മനസ്സിലാവും. ചേച്ചിയുടെ മാത്രമല്ല, എൻ്റെ പേജിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കരയുന്ന എല്ലാവരുടെയും മനോവേദന എനിക്ക് മനസ്സിലാവും ചേച്ചി. എന്ത് ചെയ്യാം, മനുഷ്യരല്ലേ. ചിലതൊക്കെ കാണുമ്പോൾ ചില ക്രമകേടുകൾ ഉണ്ടാകും. ഞാനത് പൂർണ്ണമായും ഉൾക്കൊള്ളും. ഇനി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു കാര്യം പറയാം. ചേച്ചി ഇങ്ങനെ ട്രിപ്പൊക്കെ പോവാൻ അത്യാവശ്യം ചിലവൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ സ്വന്തം കാക്കറ്റിൽ നിന്ന് കായ് എടുത്ത് കാര്യങ്ങൾ നിവർത്തിച്ച് ശീലമില്ലാത്തവർക്ക് അതൊക്കെ നമ്മൾ ആരുടെയെങ്കിലും ചെലവിൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് തികച്ചും സ്വാഭാവികം. പക്ഷേ എന്തു ചെയ്യാം ചേച്ചി, പാർട്ടി ചെലവിൽ പുട്ടടിക്കാൻ ഞാൻ ചേച്ചിയെ പോലെ പാർട്ടി സ്ഥാനം അലങ്കരിക്കുന്ന ആളൊന്നുമല്ലല്ലോ. നമ്മൾ പാവം ഒരു ഡോക്ടർ. അതുകൊണ്ട് എൻ്റെ ചെലവ് ഞാൻ തന്നെ നോക്കണമെന്നേ. പിന്നെ ഒരു കാര്യം കൂടി, ഈ വക പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് രാവിലെ എണീറ്റാൽ ഒരു ബന്ധവുമില്ലാത്തവരുടെ പ്രൊഫൈലിൽ പോയി ഇങ്ങനെ ചൊറിഞ്ഞ് സുഖിച്ച് ശീലിച്ചവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാം, ഈ തരം പാർട്ടി പ്രവർത്തനത്തിന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടൊന്നും നമുക്ക് നാട് കാണാൻ പറ്റില്ല കേട്ടോ. അതിന് ഇത്തിരി അധികം ചെലവൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ ഇനി ചേച്ചി എന്ത് ചെയ്യും? അതും ഒരു സ്നേഹമുള്ള അനുജത്തി എന്ന നിലയിൽ പറഞ്ഞു തരാം. ചേച്ചിയുടെ ഒരു ഭാഷയൊക്കെ കണ്ടിട്ട് ചേച്ചിയുടെ എഡ്യൂക്കേഷൻ ലെവലിനെ പറ്റി എനിക്കൊരു ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ല. എങ്കിലും ഒരു വഴിയുണ്ട്. വീട്ടിൽ പെൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നന്നായി പഠിപ്പിക്കുക. അവർ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി സംസ്കാരമുള്ളവരായി വളരട്ടെ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ള കാശ് വന്നു തുടങ്ങും. അപ്പോൾ വീട്ടിലുള്ള ഒരു ആണുങ്ങളെയും ആശ്രയിക്കാതെ തല ഉയർത്തി അവർ ജീവിക്കാൻ തുടങ്ങും. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങും. അത് യാത്രകളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതാണ് ചേച്ചിയുടെ മുമ്പിലുള്ള നല്ല വഴി. അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ ചേച്ചി. അല്ലെങ്കിൽ അവരും രാവിലെ ആയാൽ ചേച്ചിയെപ്പോലെ ബാക്കി ആളുകൾ എന്ത് ചെയ്തു എന്ന് നോക്കിയിരിക്കും. എന്നിട്ട് ക്രിമികടി സഹിക്കാതാവുമ്പോൾ ഇങ്ങനെ ഓരോ അപരാധം പോയി കമൻറ്റും. ഹോ ഡാർക്ക്. അതുകൊണ്ട് വീട്ടിലെ പെൺകുട്ടികളെ പറ്റി ആലോചിക്കുക. അവർക്കെങ്കിലും ലേശം വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ശരി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സൗമ്യ സരിൻ തൻ്റെ മറുപടി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതായത് തൻ്റെ പിറകെ ഇപ്പോഴും നടക്കുന്ന യൂത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ, സൗമ്യ സരിൻ ഏത് വിദേശ രാജ്യത്തേക്ക് യാത്ര പോയ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാലും അതിന് കീഴിൽ അശ്ലീല കമൻറ്റുകൾ കൊണ്ട് നിറയ്ക്കുന്ന ആ കഴുകൻ കൂട്ടത്തിനുള്ള കൃത്യമായ മറുപടിയാണ് പി സരിൻ്റെ ഭാര്യ കൂടിയായ സൗമ്യ സരിൻ നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഇതുകൊണ്ടൊന്നും അവരുടെ സൈബർ ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരായി, പ്രത്യേകിച്ച് നേതാക്കളുടെയും CPM നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാര്യമാരായ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. എങ്കിലും സൗമ്യ സരിൻ നൽകിയ മറുപടി അത് വായടപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.